പീലാത്തോസ് അവരോട് ചോദിച്ചു, ഈ മനുഷ്യനിൽ നിങ്ങൾ എന്തു കുറ്റമാണ് ആരോപിക്കുന്നത്? അവർ പറഞ്ഞു, കുറ്റക്കാരനല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഇവനെ നിന്റെ അടുക്കൽ ഏൽപ്പിക്കുകയില്ലായിരുന്നു. പീലാത്തോസ് അവരോട്, നിങ്ങൾ തന്നെ അവനെ കൊണ്ടുപോയി നിങ്ങളുടെ ന്യായപ്രമാണപ്രകാരം വിധിച്ചുകൊള്ളുവീനെന്ന് പറഞ്ഞു. അപ്പോൾ യഹൂദന്മാർ മറുപടിയായി പറഞ്ഞു, ആരെയും മരണശിക്ഷയ്ക്ക് വിധിക്കുന്നതിന് ഞങ്ങൾക്ക് അധികാരമില്ലല്ലോ. ഏതു വിധത്തിലുള്ള മരണമാണ് തനിക്ക് വരാനിരിക്കുന്നതെന്ന് യേശുതമ്പുരാൻ സൂചിപ്പിച്ചത് ഇതിനാൽ നിവൃത്തിയായി. നമ്മുടെ കർത്താവ് സഹിയോൻ കോട്ടയുടെ ഉള്ളിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്റെ സ്ലീപാകെ തോളിൽ വഹിച്ചു. സങ്കടത്തോടെ തന്നെ കുറിച്ച് കരയുവാൻ എബ്രായ സ്ത്രീകൾ കൂട്ടം കൂട്ടമായി കൂടി വന്നു. ശകലത്തായി നിന്നാൾ ജനനീ ബഹുസങ്കടവും വ്യാകുലവും പൂണ്ടവൾ പ്രാവും സമം കീണു. സലരേ എന്നിവർ നിന്നെ നയിക്കുന്നു. വിദ്വേഷികളുടെ കൈകളിൽ നീ എന്തിനു തനിയെ ഏൽപ്പിച്ചു? മകനേ മമ വത്സലനേ, എന്തു നിനക്കു ഭവിച്ചിന്നാൾ ഞങ്ങൾക്കായി ഉളവായൊരു നിൻ വ്യഥയും താഴ്മയും അതിധന്യം. നമ്മുടെ കർത്താവ് സഹിയോൻ കോട്ടയുടെ ഉള്ളിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്റെ സ്ലീപാകെ തോളിൽ വഹിച്ചു. സങ്കടത്തോടെ തന്നെ കുറിച്ച് കരയുവാൻ എബ്രായ സ്ത്രീകൾ കൂട്ടം കൂട്ടമായി കൂടി വന്നു. നീലവിളി കൂട്ടാൻ മേളി ചെബറായങ്കനമാർ അറിയുന്നോരെ വരുമൊന്നീ ശകലത്തായി നിന്നാൾ ജനനീ ബഹുസങ്കടവും വ്യാകുലവും പൂണ്ടവൾ പ്രാവും സമം കീണു. മകനേ
സല